അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രക്ഷിതാക്കളോടുള്ള മക്കളുടെ ബാധ്യതകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു യുവാവ് നബിയെ സമീപിച്ച് ചോദിച്ചു അത്രേ, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എന്റെ മാതാവിനെ ചുമലിലേറ്റിക്കൊണ്ട് ഹജ്ജ് ചെയ്താൽ മാതാവിനോടുള്ള എന്റെ ബാധ്യത തീരുമോ? തിരുനബി പറഞ്ഞു, അവർ നിന്നോട് ചെറുപ്പത്തിൽ കാണിച്ച കാരുണ്യത്തിൽ ഒരു കാര്യത്തിന് ഇത് പകരമാകും. വിലമതിക്കാനാവാത്ത സേവനമാണ് മാതാവ് നമുക്ക് ചെയ്തു തരുന്നത്. പിറന്നു വീഴുമ്പോൾ കരയാൻ മാത്രം അറിയാമായിരുന്ന നമ്മെ എങ്ങാനും ശ്രദ്ധിക്കാതെ മുലയൂട്ടാതെ മാതാവ് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ നാം ഇന്ന് ഉണ്ടാകുമായിരുന്നുവോ? ഓരോ നിമിഷവും നമ്മോടൊപ്പം ഉണ്ടാവുകയും സംസാരിക്കാൻ അറിയാത്ത നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കുകയും അവ സന്തോഷത്തോടെ ചെയ്തു തരികയും നമ്മെ വളർത്തി വലുതാക്കുകയും ചെയ്ത മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ അർഹരാണ്. മറ്റൊരിക്കൽ ഒരനുചരൻ നബിയെ സമീപിച്ചു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഭൂമിയിൽ എനിക്ക് ഏറ്റവും ബാധ്യതയുള്ളത് ആരോടാണ്? നിന്റെ മാതാവിനോട്. നബി മറുപടി പറഞ്ഞു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരോടാണ്? നിന്റെ മാതാവിനോട്. നബി ആവർത്തിച്ചു. പിന്നെയും ആരോടാണെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും നബി പറഞ്ഞത് നിന്റെ മാതാവിനോട് എന്ന് തന്നെയായിരുന്നു. ശേഷം ആരോടാണെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, നിന്റെ പിതാവിനോട്. 10 മാസം ഗർഭം ചുമന്ന് നൊന്തുപെറ്റ മാതാവിനോടുള്ള ഒരാളുടെ ബാധ്യതയുടെ ആഴമാണിത് വ്യക്തമാക്കുന്നത്. ഒരിക്കൽ തിരുനബി പ്രസംഗപീഠത്തിൽ കയറവേ പതിവില്ലാതെ 3 തവണ ആമീൻ എന്ന് ഉറക്കെ ചൊല്ലി. പ്രസംഗശേഷം അനുചരന്മാർ അതിന്റെ കാരണമന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗപീഠത്തിൽ കയറവേ ജിബ്രീൽ മാലാഖ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവർ മുഖേന സ്വർഗത്തിൽ കടക്കാത്തവൻ നശിക്കട്ടെ. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. റിളല്ലാഹു ഫീ റിളൽ വാലിദീന വസുഖ്തുല്ലാഹു ഫീ സുഖ്തിൽ വാലിദീൻ. മാതാപിതാക്കളുടെ തൃപ്തി നേടലാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടതെന്നും മാതാപിതാക്കളുടെ കോപം അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്നും പ്രവാചകൻ പറഞ്ഞതിനർത്ഥം അവരെ വെറുപ്പിക്കാതെ സ്നേഹിച്ച് അവരുടെ തൃപ്തി നേടി ജീവിക്കാൻ അനുചരന്മാരോട് പറഞ്ഞു കൊടുത്തതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. വൻ പാപമായി പ്രവാചകൻ എണ്ണിയ രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതയ്ക്ക് തൊട്ടുടനെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാതാപിതാക്കളോട് നന്മ ചെയ്യലാണ്. നോക്കൂ, മാതാപിതാക്കൾക്ക് ഇസ്ലാം എത്ര ഉന്നത സ്ഥാനമാണ് നൽകിയതെന്ന്. നാമും അപ്രകാരം അവർക്ക് അർഹമായ സ്ഥാനം നൽകണം. ഒരാൾ നബിയെ സമീപിച്ച് പിതാവ് തന്റെ പണം ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതായി പരാതി പറഞ്ഞപ്പോൾ നബി പിതാവിനെ വിളിച്ചു വരുത്തി വിവരമന്വേഷിച്ചു. താൻ ആവശ്യമുണ്ടാകുമ്പോൾ മകനിൽ നിന്ന് പണം എടുക്കാറുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. അവരുടെ ജീവിതം തന്നെ നമുക്ക് വേണ്ടി ആയിരുന്നില്ലേ? എന്നിട്ട് നമ്മുടെ പണം അവർ എടുത്തുകൂടുന്നു. നമ്മുടെ സമ്പാദ്യം മുഴുവൻ അവർക്ക് കൂടിയുള്ളതാണെന്ന് മാതാപിതാക്കളെ കുറിച്ച് പരാതി പറയുന്ന മക്കൾ അറിഞ്ഞിരിക്കണം. ദൈവമാർഗത്തിൽ പോരാടാൻ അനുമതി തേടി വന്ന തന്റെ ഒരനുചരനോട് പ്രവാചകൻ ചോദിച്ചു, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? 2 ആളും ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടപ്പോൾ നബി പറഞ്ഞു, അവർക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കുക. അതാണ് നിന്റെ യഥാർത്ഥ പോരാട്ടം. ദൈവമാർഗത്തിൽ അടരാടുന്നതിനേക്കാൾ ഇസ്ലാം പ്രാധാന്യം നൽകിയത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നതിനാണ്. മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗമെന്ന പ്രവാചക വചനം മാതാവിന് നൽകേണ്ട മഹിതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവരെ തെറ്റല്ലാത്ത കാര്യങ്ങളിലെല്ലാം അനുസരിക്കാൻ മക്കൾ ബാധ്യസ്ഥരുമാണ്. തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മക്കൾ ജീവിക്കേണ്ടത്. ഒരാളെ അള്ളാഹു സ്വർഗത്തിൽ അയച്ച ശേഷം സ്വർഗത്തിലെ അയാളുടെ സ്ഥാനം കയറ്റിക്കൊണ്ടേയിരുന്നപ്പോൾ അയാൾ അള്ളാഹുവിനോട് ചോദിച്ചു അത്രേ, അള്ളാഹുവേ, എന്തിന്റെ പേരിലാണ് എനിക്ക് സ്ഥാനക്കയറ്റം? അള്ളാഹു പറഞ്ഞു, നിന്റെ സന്താനത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട്. മരിച്ചാൽ ഉപകാരം കിട്ടുന്ന 3 കാര്യങ്ങളിൽ ഒന്നാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനമാണെന്ന്.
പ്രവാചകൻ പറഞ്ഞതും ശ്രദ്ധേയമാണ്. നമുക്ക് വേണ്ടത് മുഴുവൻ തന്ന് നമ്മെ കൈ വളർന്നുവോ കാൽ വളർന്നുവോ എന്ന് നോക്കി ലാളിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ മരിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നാം സമയം കണ്ടെത്തിയേ മതിയാകൂ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.